ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് 8th സ്റ്റാൻഡേർഡിലെ ഗണിതത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ വർഗങ്ങളെക്കുറിച്ച് പഠിക്കാം. എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളായ 1, 4, 9 എന്നീ സംഖ്യകളെ പൂർണ്ണവർഗങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടക്ക സംഖ്യകളുടെ വർഗങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. 13നെ നമ്മൾ 10+3 എന്ന ഈ രീതിയിൽ മാറ്റി എഴുതാം. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച രീതിയിൽ 13നെ 10, 10, 3, 3 എന്നായി മാറ്റി എഴുതുന്നു. തുടർന്ന് 10 × 10 100 നമുക്ക് ഈ കോളത്തിൽ എഴുതാം. അതിനനുസരിച്ച് 10 × 3 30 അപ്പുറത്തും എഴുതാം. അതേ രീതിയിൽ ഇവിടെ 10 × 30 3 30, അതേപോലെ 3 × 3 9. ഈ രീതിയിൽ എഴുതി നമ്മളപ്പോൾ 13² നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഈ 100 എന്ന് പറയുന്നത് 10ൻ്റെ സ്ക്വയർ ആണല്ലോ, 10 × 10 ആണ്, ആവർത്തന ഗുണിതമാണ്. അതുകൊണ്ട് അത് എഴുതി. അതിന് ശേഷം 2 30 നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 30 എന്ന് എഴുതാം. പ്ലസ് ഈ 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. അപ്പോൾ അതിനെ നമുക്ക് 3² എന്നും എഴുതാം. ഇനി ഇതേ രീതിയിൽ നമുക്ക് 14ൻ്റെ വർഗത്തെ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 14² = 10² പ്ലസ് 2 × 40 × 4² പ്ലസ് 4² എന്നെഴുതാം. ഇത് 10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആവും. പിന്നെ അതുപോലെ 4 × 2 80 എന്ന് എഴുതാം. അവസാനത്തിൽ 4ൻ്റെ സ്ക്വയർ 16. ഇനി അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറായി 196 എന്ന് കിട്ടും. ഇതേ രീതിയിൽ 11ൻ്റെയും 12ൻ്റെയും 13ൻ്റെയും എഴുതിയ രീതികളാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് 20ൻ്റെ കാണാം. 20ൻ്റെ വർഗ്ഗം 400 ആണെന്ന് നമുക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് 24 കാണുമ്പോൾ സെയിം രീതിയിൽ നമ്മൾ 20 4 എഴുതിയിട്ട് മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ 4 കള്ളികളും ഫില്ല് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ 400, 80, 80, പിന്നെ 4 4 16 എന്നിങ്ങനെ എഴുതും. അതിനുശേഷം 24ൻ്റെ അല്ലേ നമ്മൾ വർഗ്ഗം കാണുന്നത്. അപ്പോൾ 24² എന്ന് പറയുമ്പോൾ 20² പ്ലസ് 4 2 തവണ 80 2 തവണയാണുള്ളത്. അപ്പോൾ നമുക്ക് 2 × അല്ലെങ്കിൽ 20 × 20നെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 80 കിട്ടിയത്. അപ്പോൾ 20 × 4 × 2, അത് 2 തവണ ചെയ്തിട്ടുണ്ട്, അത് എഴുതി. പ്ലസ് പിന്നീട് 4ൻ്റെ വർഗ്ഗമാണ് 16 വന്നത്. അപ്പോൾ അതങ്ങനെ എഴുതിയതിന് ശേഷം 200ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് 400 പ്ലസ് 20 × 4 80, 80നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 160 പ്ലസ് 4ൻ്റെ വർഗ്ഗം 16. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറായിട്ട് 576 എന്ന് കിട്ടും. ഇനി ഇതേ രീതിയിൽ നമുക്ക് 36ൻ്റെ വർഗ്ഗം കണ്ടെത്താം. 36ന് 30+6 ആണ്. അപ്പോൾ ആദ്യം 30² പ്ലസ് 30+6 എന്നല്ല എഴുതി. അപ്പോൾ 30 × 6 × 2, 2 തവണ 30നെ 6 വെച്ച് ഗുണിക്കുന്നുണ്ട്. ഇനി 6² എന്ന് എഴുതാം. അതിനുശേഷം 30ൻ്റെ സ്ക്വയർ 900 പ്ലസ് 360 പ്ലസ് 6ൻ്റെ സ്ക്വയർ 6ൻ്റെ വർഗ്ഗം 36 എന്ന് എഴുതാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 900 360 36 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1296 എന്ന് ആൻസർ കിട്ടും. ഇതേ രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 5 ചോദ്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് അതോടൊന്ന് ചെയ്ത് നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യമായ 64ൻ്റെ വർഗ്ഗം എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. 64നെ നമ്മൾ 60+4 എന്നാണ് എഴുതുക. അപ്പോൾ 60² പ്ലസ് 60 × 4 × 2 പ്ലസ് വീണ്ടും 4ൻ്റെ സ്ക്വയർ. അപ്പോൾ 60ൻ്റെ സ്ക്വയർ 6ൻ്റെത് 36 എന്നറിയാം. അതിൻ്റെ കൂട്ടത്തിൽ 2 0 കൂടെ ഇട്ട് കൊടുക്കാം. പ്ലസ് പിന്നീട് 60 × 4 × 2 എന്ന് പറഞ്ഞാൽ 480 വരും. പ്ലസ് 4ൻ്റെ വർഗ്ഗം 16. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3600ഉം 480ഉം 16ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായിട്ട് 4096 എന്ന് കിട്ടും. ഇനി അതിലെ മറ്റൊരു ചോദ്യമായ 35ൻ്റെ വർഗ്ഗം കണ്ടെത്തണം. അപ്പോൾ 35നെ നമ്മൾ 30+5 എന്നല്ലേ എഴുതാം. അപ്പോൾ 35² 30² പ്ലസ്
30 ഇൻറ്റു 5 ഇൻറ്റു 2 പ്ലസ് 5 സ്ക്വയർ എന്ന് എഴുതാം. അതിനകത്ത് 30ൻ്റെ വർഗ്ഗം എന്ത് വരും? 900 പ്ലസ് 30 ഇൻറ്റു 5 ഇൻറ്റു 2 300 പ്ലസ് 5ൻ്റെ വർഗ്ഗം 25. ഇനി അതെല്ലാം കൂടെ കൂട്ടാം. 900 പ്ലസ് 300 പ്ലസ് 25 ചെയ്യുമ്പോൾ എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് 1225 എന്നാണ് ആൻസർ കിട്ടുക. ഇതേ രീതിയിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ 88ൻ്റെ വർഗ്ഗം കണ്ടെത്തുമ്പോൾ 88നെ നമ്മൾ 80 പ്ലസ് 8 എന്നാണല്ലോ എഴുതുന്നത്. അപ്പോൾ 80 സ്ക്വയർ പ്ലസ് 80 ഇൻറ്റു 8 ഇൻറ്റു 2 പ്ലസ് 8 സ്ക്വയറിന് എഴുതാം. ഇനി അത് 80ൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ നമുക്കറിയാം 64, 2 0 കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം പ്ലസ് 80 ഇൻറ്റു 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1280 വരും. അതുപോലെ 8ൻ്റെ വർഗ്ഗം 64. അതുകൂടെ എഴുതിയിട്ട് മുന്നേ ചെയ്ത അതേ രീതിയിൽ ഈ 3 സംഖ്യകളും കൂടെ നമ്മൾ എഴുതി കൂട്ടുന്നു. 6400ഉം 1280ഉം 64ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി നമുക്ക് 7744 എന്ന് കിട്ടും. ഇനി ഇതേ രീതിയിൽ ഇപ്പോൾ ബാക്കി ഒരു 2 ചോദ്യങ്ങളും കൂടെ അതിൽ വരുന്നുണ്ട്. 53ൻ്റെ വർഗ്ഗവും 47ൻ്റെ വർഗ്ഗവും. അത് നിങ്ങളൊന്ന് ഹോംവർക്കായി ചെയ്ത് നോക്കൂ. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി പാർട്ട് 2ൽ നമുക്ക് വീണ്ടും കാണാം.